നമ്മുടെ അവിടെ ചെറുകോൽപ്പുഴ ഒരു ഹോട്ടലുണ്ട്, തായില്യം. അവിടുത്തെ പൊതിച്ചോറ് ഭയങ്കര ഫേമസാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചേക്കാമെന്ന് കരുതി വന്നതാണ്. അതൊരു സാഹചര്യം ഒത്തു വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് കറണ്ട് പോയത് അതാ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ മോട്ടർ ഓണാക്കാൻ പറ്റത്തില്ല, വെള്ളമില്ല, ആ പാടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്തു നിന്നാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ്. ഞാനിവിടെ വന്ന കാലം തൊട്ടിത് കേൾക്കുന്ന ഇവിടുത്തെ ഫുഡ്. ഇതേ 3 ഊണിന് നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പോൾ ആ ചേട്ടായി 3 ഇലയൊക്കെ വെച്ച് നോക്കിക്കോണം ചോറ് വിളമ്പുന്നതേ. കണ്ടോ, ഒരു പൊതിയിലെ ഊണുണ്ടല്ലോ 2 പേർക്ക് കഴിക്കാം കേട്ടോ, സുഖമായിട്ട്. ഇത്രയും ചോറൊന്നും ഒരാൾ തന്നെ കഴിക്കുമോ? ഇല്ല. തോരനുണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്. നിത്യത്തൊഴിൽ അഭ്യാസമാണ്, വളരെ വേഗം അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒഴിച്ചുകറി എന്ന് പറയുന്നത് അത് വേറൊരു കവറിനകത്ത് സെപ്പറേറ്റ് എടുക്കുക. ഇത് ഈ ചേട്ടനാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഓരോ പൊതിക്കൊപ്പം ഒരു പാക്കറ്റിനകത്ത് പച്ചമോരുണ്ട്, പുളിശ്ശേരിയുണ്ട്, സാമ്പാറുമുണ്ട്. 3 പൊതിയാകുമ്പോൾ 3 സെറ്റ് കിട്ടും നമുക്ക്. സുഖമുണ്ട്, സുഖമായിട്ട് കഴിക്കും. കണ്ടോ, നിത്യത്തൊഴിൽ അഭ്യാസമാണ്, വേഗം ചെയ്യും അവർ. കണ്ടോ, 3 കൂടെ ഒന്നിച്ച് കൂട്ടിക്കെട്ടി സെറ്റാക്കി. ഇവിടോട്ടെല്ലാം അടുക്കി പെറുക്കി വെച്ചു. പുകവലി പാടില്ല. ഇതാണ് വിവര പട്ടിക. ഇതേ കവറിനകത്താക്കി സെറ്റാക്കി. ഇത് കണ്ടോന്നേ, ഏത്തക്കാപ്പമാണ്. ഇവിടെ ബീഫ് കറി ഉണ്ട് കേട്ടോ. ഏത്തക്കാപ്പവും ബീഫ് കറി ഇവിടുത്തെ ഒരു അടാറ് സാധനമാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. GPay ഉണ്ട്, അതുകൊണ്ട് പൈസ ചില്ലറയൊന്നും മാറിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഞാനവിടെ ഇങ്ങനെ ഇരുന്നു. ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പുറത്ത് നല്ല മഴ കണ്ടോ. ഓക്കേ, ബൈ.